പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കനക്കുമ്പോൾ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിക്ക് മുൻ ഇറാഖി സ്വേച്ഛാധിപതി സദാം ഹുസൈൻ്റേതിന് സമാനമായ വിധി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് കേവലമൊരു പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് ഇറാനെതിരായ ഇസ്രയേലിൻ്റെ ശക്തമായ താക്കീതായിരുന്നു. ജൂൺ 17-ന് ഇസ്രയേലി സൈനിക സുരക്ഷാ സേനാ കമാൻഡർമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇസ്രയേൽ കാറ്റ്സ് ഈ പരാമർശം നടത്തിയത്. ഇറാന്റെ സ്വേച്ഛാധിപതി യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നത് തുടരുന്നതും ഇസ്രയേലിലെ സാധാരണക്കാർക്ക് നേരെ മിസൈലുകൾ വർഷിക്കുന്നതും എതിരെ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രയേലിനെതിരെ ഇതേ പാത സ്വീകരിച്ച അയൽരാജ്യത്തെ സ്വേച്ഛാധിപതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം ഓർക്കണം, കാറ്റ്സ് കൂട്ടിച്ചേർത്തു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെയാണ് കാറ്റ്സിന്റെ ഈ അഭിപ്രായ പ്രകടനം. കഴിഞ്ഞ ഏതാനും ദിവസമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പരസ്പരം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തി വരികയാണ്. ഏകദേശം 3 പതിറ്റാണ്ടോളം ഇറാഖിനെ ഉരുക്കുമുഷ്ടിയാൽ ഭരിച്ച സദാം ഹുസൈൻ US സൈന്യത്താൽ പിടികൂടപ്പെട്ടതിന് ശേഷം 2006-ൽ വധിക്കപ്പെടുകയായിരുന്നു. ആരായിരുന്നു സദാം ഹുസൈൻ? എന്തുകൊണ്ടാണ് അമേരിക്ക അദ്ദേഹത്തിന് പിന്നാലെ പോയത്? അറിയാം വിശദമായി തന്നെ. സദാം ഹുസൈൻ്റെ ഭരണകാലം ആഡംബരങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും ഒരു സമ്മിശ്രണമായിരുന്നു. ഒരു വശത്ത് സാർവത്രിക ആരോഗ്യ പരിരക്ഷയും സൗജന്യ വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങളും നൽകി ജനപിന്തുണ നേടാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ, മറുവശത്ത് തൻ്റെ അധികാരമുറപ്പിക്കാൻ എതിരാളികളെ ക്രൂരമായി അടിച്ചമർത്തി. ഇറാൻ യുദ്ധം, കുവൈറ്റ് അധിനിവേശം, ഹലബ്ജയിലെ രാസായുധ ആക്രമണം തുടങ്ങിയ നിരവധി ക്രൂരകൃത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അരങ്ങേറി. സദാമിൻ്റെ ക്രൂരമായ ഭരണവും അന്താരാഷ്ട്ര നിയമലംഘനങ്ങളും അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു. 1991-ൽ കുവൈറ്റ് അധിനിവേശത്തെ തുടർന്നുണ്ടായ ഗൾഫ് യുദ്ധത്തിൽ US നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഇറാഖിനെതിരെ ആക്രമണം നടത്തി. പിന്നീട് 2003 മാർച്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഇറാഖിന് വൻ നശീകരണ ആയുധങ്ങൾ, അതായത് WMD ഉണ്ടെന്നും അൽ-ഖ്വയ്ദയുമായി ബന്ധമുണ്ടെന്നും ആരോപിച്ച് ഇറാഖിനെതിരെ സമ്പൂർണ്ണ സൈനിക ആക്രമണം ആരംഭിച്ചു. ഈ വാദങ്ങൾ പിന്നീട് തെളിയിക്കപ്പെടാതെ പോയെങ്കിലും സദാം ഹുസൈൻ്റെ ഭരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ആയിരത്തി 1937-ൽ ബാഗ്ദാദിൽ നിന്ന് 150 കിലോമീറ്റർ വടക്കുള്ള തിക്രിദിന് പുറത്തുള്ള അൽ അബ്ജ ഗ്രാമത്തിലുള്ള ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 19-ാം വയസ്സിൽ അദ്ദേഹം ബ്രിട്ടീഷ് അനുകൂല രാജകീയ ഭരണാധികാരികൾക്കെതിരെ ഒരു കലാപത്തിൽ ചേർന്നു. ബാത്ത് പാർട്ടിയുടെ അംഗമെന്ന നിലയിൽ 1959 ഒക്ടോബറിൽ ഇറാഖിൻ്റെ സൈനിക ഭരണാധികാരി ജനറൽ അബ്ദ് അൽ കരീം കാസിമിനെ വധിക്കാനുള്ള ഒരു ശ്രമത്തിൽ സദ്ദാം പങ്കെടുത്തു. ഈ ശ്രമത്തിൽ സദാമിന് പരിക്കേൽക്കുകയും ആദ്യം സിറിയയിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും പലായനം ചെയ്യുകയും ചെയ്തു. 1963 ഫെബ്രുവരിയിൽ ഒരു സൈനിക അട്ടിമറിയിലൂടെ ബാത്ത് പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തി. അതിനുശേഷം അദ്ദേഹം ബാഗ്ദാദിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ 9 മാസങ്ങൾക്ക് ശേഷം പാർട്ടി പുറത്താക്കപ്പെടുകയും സദാം ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ജയിലിൽ വെച്ച് അദ്ദേഹം ബാത്ത് പാർട്ടിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായി. 1968 ജൂലൈയിൽ പാർട്ടി പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ ആരിഫിന്റെ ഭരണം ഒരു അട്ടിമറിയിലൂടെ അവസാനിപ്പിച്ചു. സദാം തന്റെ കസിൻ അഹമ്മദ് ഹസൻ അൽ ബക്കറിനെ ഇറാഖിന്റെ പ്രസിഡന്റായി നിയമിക്കാൻ സഹായിച്ചു. കസിന്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ശേഷം 1979-ൽ സദാം അൽ ബക്കറിന് പകരം ഇറാഖിന്റെ പ്രസിഡന്റായി. ഉരുക്കുമുഷ്ടിയാലാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. തന്നെ എതിർത്തവരെയെല്ലാം അദ്ദേഹം അടിച്ചമർത്തി. ഭൂരിഭാഗം പൊതുജനങ്ങളും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നപ്പോൾ സദാമിന് ആഡംബരത്തിൽ താൽപ്പര്യമുണ്ടായിരുന്നു. കൂടാതെ ഇറാഖിലുടനീളം 20-ലധികം ആഡംബര കൊട്ടാരങ്ങൾ അദ്ദേഹം പണികഴിപ്പിച്ചു. പൊതുജന പിന്തുണ തേടുന്നതിനായി അദ്ദേഹം സാർവത്രിക ആരോഗ്യ സംരക്ഷണം, സൗജന്യ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം, സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ എന്നിവ നൽകിയതായി PBS റിപ്പോർട്ട് ചെയ്യുന്നു. 1980 സെപ്റ്റംബറിൽ സദ്ദാം ഇറാനെതിരെ ഒരു യുദ്ധം ആരംഭിച്ചു. ഇത് 8 വർഷം നീണ്ടുനിന്ന ഒരു വലിയ യുദ്ധമായി രൂപാന്തരപ്പെട്ടു. 1988-ൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിക്കുകയും പോരാട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു. 1988 മാർച്ചിൽ ഇറാഖി സൈന്യം ഹലബ്ജയിലെ ഇറാഖി ഖുർദിഷ് നഗരത്തിൽ രാസായുധ ആക്രമണം നടത്തി. ഏകദേശം 5000-ഓളം പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സദാമിൻ്റെ നേതൃത്വത്തിൽ ഇറാഖ് 1990 ഓഗസ്റ്റ് 2-ന് അയൽരാജ്യമായ കുവൈറ്റിനെ ആക്രമിച്ചു. കുവൈറ്റിലെ അദ്ദേഹത്തിൻ്റെ അധിനിവേശം
ഇറാഖിനെതിരെ ഒരു ആഗോള വ്യാപാര ഉപരോധത്തിന് വഴിയൊരുക്കി. 1991 ജനുവരിയിൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈന്യം ഗൾഫ് യുദ്ധം ആരംഭിച്ചു. ഇറാഖിനെയും അധിനിവേശ കുവൈറ്റിനെയും ലക്ഷ്യമിട്ട് വ്യോമാക്രമണങ്ങൾ നടത്തി. ഈ സംഘർഷത്തിനിടെ ഇറാഖ് ഇസ്രയേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടു. 6 ആഴ്ചകൾക്ക് ശേഷം യുദ്ധം അവസാനിച്ചു. US ഇറാഖി സൈന്യത്തെ കുവൈറ്റിൽ നിന്ന് പുറത്താക്കി. 1995 ഒക്ടോബറിൽ സദ്ദാം ഇറാഖിൻ്റെ പ്രസിഡന്റായി എതിരില്ലാതെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 8 വർഷങ്ങൾക്ക് ശേഷം സ്വേച്ഛാധിപതിയുടെ സർക്കാരിനെ തകർക്കാൻ US ഇറാഖിനെതിരെ ഒരു യുദ്ധം ആരംഭിച്ചു. ഇനി സദ്ദാം ഹുസൈൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്നറിയാം. 2003 മാർച്ചിൽ ഇറാഖിൻ്റെ വൻ നശീകരണ ആയുധങ്ങൾ നശിപ്പിക്കാനും സദ്ദാം ഹുസൈൻ്റെ ഭരണം അവസാനിപ്പിക്കാനും US സൈന്യം ഇറാഖിൽ അധിനിവേശം നടത്തി. ഇറാഖി സ്വേച്ഛാധിപതിക്ക് അൽ ഖ്വയ്ദയുമായി ബന്ധമുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. ഏപ്രിലിൽ US നേതൃത്വത്തിലുള്ള സൈന്യം ബാഗ്ദാദിലേക്ക് കടന്നു. സദ്ദാമിൻ്റെ ഭരണം തകർന്നപ്പോൾ ഇറാഖി സാധാരണക്കാരും US സൈനികരും ചേർന്ന് തലസ്ഥാനത്തെ ഫിർദോസ് സ്ക്വയറിലുള്ള ഇറാഖി പ്രസിഡന്റിന്റെ പ്രതിമ താഴെയിട്ടു. ജൂലൈ 22-ന് US സൈനികർ സദ്ദാമിൻ്റെ 2 പുത്രന്മാരായ ഉദയ്, ഖുസൈ എന്നിവരെ വടക്കൻ നഗരമായ മൊസൂളിൽ നടന്ന വെടിവെപ്പിൽ കൊലപ്പെടുത്തി. എന്നിരുന്നാലും സദ്ദാം ഒളിവിൽ തുടർന്നു. 9 മാസത്തെ ഒളിവ് ജീവിതത്തിന് അപ്രതീക്ഷിതമായ അന്ത്യം കുറിച്ചുകൊണ്ട് 2003 ഡിസംബർ 13-ന് സദ്ദാം ഹുസൈൻ US സൈന്യത്തിൻ്റെ പിടിയിലായി. തൻ്റെ ജന്മനാടായ തിക്രിതിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള ഒരു ഫാം ഹൗസിലാണ് സദ്ദാം ഒളിച്ചിരുന്നത്. US സൈനികർ കണ്ടെത്തുമ്പോൾ 6 മുതൽ 8 അടി വരെ ആഴമുള്ള സ്പൈഡർ ഹോൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഒളിത്താവളത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ഈ കണ്ടെത്തൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അദ്ദേഹത്തെ പിടികൂടിയതിന് ശേഷമുള്ള ചിത്രങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചു. ഒരു കാലത്ത് തൻ്റെ ആഡംബര വസ്ത്രധാരണത്തിലും കുലീനമായ രൂപത്തിലും അറിയപ്പെട്ടിരുന്ന സദ്ദാം ഹുസൈൻ ഈ ചിത്രങ്ങളിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളോടും നീണ്ട വികൃതമായ താടിയോടും അലസമായ മുടിയോടും കൂടിയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പതനത്തിൻ്റെ പ്രതീകമായി മാറി. ആയുധധാരിയായിരുന്നിട്ടും US സൈന്യം അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ സദ്ദാം യാതൊരുവിധ ചെറുത്തുനിൽപ്പും കൂടാതെ കീഴടങ്ങിയതും ശ്രദ്ധേയമാണ്. ഈ സംഭവം ഇറാഖ് യുദ്ധത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. ഇറാഖിൻ്റെ രാഷ്ട്രീയ ഭാവിയെ അത് പൂർണ്ണമായും മാറ്റിമറിച്ചു. 2005 ഒക്ടോബറിൽ മുൻ ഇറാഖി സ്വേച്ഛാധിപതിയുടെ വിചാരണ ആരംഭിച്ചു. 1982-ൽ ഇറാഖിലെ ഷിയ മുസ്ലിം നഗരമായ ദുജൈലിൽ ഏകദേശം 150 പേരെ കൊന്നൊടുക്കിയതിന് മാനവികതയ്ക്കെതിരായ കുറ്റങ്ങൾക്ക് സദ്ദാമിനെതിരെ കേസെടുത്തു. അദ്ദേഹം നിരപരാധിയാണെന്ന് വാദിച്ചു. ഇറാഖി കുർദുകൾക്കെതിരായ 1988-ലെ അൻഫാൽ ക്യാമ്പയിനിൽ നടന്ന യുദ്ധക്കുറ്റങ്ങൾക്കുള്ള സദ്ദാമിൻ്റെ മറ്റൊരു വിചാരണ 2006 ഓഗസ്റ്റിൽ ആരംഭിച്ചു. ഈ ക്യാമ്പയിനിൽ 100,000-ഓളം കുർദുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഇറാഖി ഹൈ ക്രിമിനൽ കോടതി മുൻ പ്രസിഡന്റിനെതിരെ വംശഹത്യ കുറ്റം ചുമത്തി. നവംബറിൽ 1982-ലെ ദുജൈൻ കൂട്ടക്കൊലയ്ക്ക് സദ്ദാമിനെ തൂക്കിക്കൊല്ലാൻ ശിക്ഷിച്ചു. ഇറാഖിലെ ഹൈ ട്രിബ്യൂണലിൻ്റെ അപ്പീൽ ചേംബർ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ ശരിവെച്ചു. 2006 ഡിസംബർ 30-ന് സദ്ദാമിനെ തൂക്കിലേറ്റി. ഒരു ഖുറാൻ മുറുകെ ചേർത്ത് പിടിച്ചുകൊണ്ട് സധൈര്യത്തോടെയായിരുന്നു തൂക്കുകയറിനെയും സദ്ദാം നേരിട്ടത്. ഇതിനിടെ ഇറാഖിൻ്റെ മുൻ പ്രധാനമന്ത്രി മുസ്തഫ അൽ കാദിമി 2023-ൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ സദ്ദാം ഹുസൈൻ്റെ മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. സദ്ദാമിൻ്റെ മൃതദേഹം 2006-ൽ അദ്ദേഹത്തെ തൂക്കിലേറ്റിയതിനു ശേഷം എങ്ങനെയാണ് കൈകാര്യം ചെയ്തതിനെക്കുറിച്ചാണ് അൽ കാദിമി വിവരിച്ചത്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അറബി ദിനപത്രമായ അഷാർദ് അൽ ഔസത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അൽ കാദിമി നിർണായക വിവരങ്ങൾ പങ്കുവച്ചത്. സദ്ദാമിൻ്റെ മൃതദേഹം ബാഗ്ദാദിലെ അതീവ സുരക്ഷാ മേഖലയായ ഗ്രീൻ സോണിനുള്ളിൽ തൻ്റെയും അന്നത്തെ ഇറാഖി പ്രധാനമന്ത്രിയായിരുന്ന സൂറി അൽ മാലിക്കിയുടെയും വീടുകൾക്കിടയിലുള്ള ഒരു പ്രദേശത്താണ് സംസ്കരിച്ചത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഈ നടപടിയോട് തനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ലെന്ന് അൽ കാദിമി വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീടിനടുത്ത് സംസ്കരിക്കുന്ന പ്രവൃത്തിയെ ഞാൻ അംഗീകരിച്ചില്ല, അദ്ദേഹം പറഞ്ഞു. എന്നാൽ അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു കൂട്ടം കാവൽക്കാരോട് മരിച്ചയാളോടുള്ള ആദരവ് കാരണം മൃതദേഹത്തിന് സമീപത്തു നിന്ന് മാറി നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സദ്ദാമിൻ്റെ മൃതദേഹം അൽ മാലിക്കിയുടെ വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നുവെന്ന് അൽ കാദിമി സ്ഥിരീകരിച്ചു. അതെ, സദ്ദാമിൻ്റെ മൃതദേഹം അൽ മാലിക്കിയുടെ വീടിന് പുറത്തു കൊണ്ടുവന്നു, അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അൽ മാലിക്കി സദ്ദാം ഹുസൈൻ്റെ ഗോത്രമായ അൽനാദ ഗോത്രത്തിലെ ഷെയ്ഖുമാരിൽ ഒരാൾക്ക് മൃതദേഹം കൈമാറാൻ ഉത്തരവിട്ടു. അങ്ങനെ ഗ്രീൻ സോണിൽ നിന്ന് മൃതദേഹം മാറ്റുകയായിരുന്നു. തുടക്കത്തിൽ സദ്ദാമിനെ തൻ്റെ ജന്മനാടായ തിക്രിതിലാണ് അടക്കം ചെയ്തതെന്ന് അൽ കാദിമി പറഞ്ഞു. എന്നാൽ 2012-ൽ ആ പ്രദേശം ഐസിസ് തീവ്രവാദികളുടെ നിയന്ത്രണത്തിന് ശേഷം കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. മൃതദേഹം കുഴിച്ചെടുത്ത് ഇന്നുവരെ ആർക്കും അറിയാത്ത ഒരു രഹസ്യ സ്ഥലത്തേക്ക് മാറ്റി, അൽ കാദിമി വെളിപ്പെടുത്തി. ഇതുമാത്രമല്ല, സദ്ദാമിൻ്റെ മക്കളുടെ ശവകുടീരങ്ങളിലും മാറ്റങ്ങൾ നടന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സദ്ദാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനം സംബന്ധിച്ച ദുരൂഹതകൾ ഈ വെളിപ്പെടുത്തലുകളിലൂടെ കൂടുതൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. US-ന്റെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടും വൻ നശീകരണ ആയുധങ്ങൾ ഇറാഖിൽ നിന്ന് ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല. ഇത് US അധിനിവേശത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. സദ്ദാമിൻ്റെ പതനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തി.
ഇന്നും അതിൻ്റെ അലയൊലികൾ തുടരുകയും ചെയ്യുന്നു.